അവിടുന്ന് പൂരം വരിക. അവിടെ ഇപ്പൊ വരും. അപ്പൊ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പൂരം വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ സ്നാക്സ് ഇങ്ങനെ വെക്കില്ല, അതൊക്കെ അത് ഇങ്ങനത്തെ പോണേലൊന്നും വെക്കും. ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാൻ ഹലോ ഫ്രണ്ട്സ്, എവിടെ എല്ലാവരും നല്ല നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഒത്തുകൂടലും സന്തോഷങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ എൻ്റെ അനിയനും 2 ദിവസം മുന്നേ ഒമാനിൽ പോയി. അപ്പോൾ അവന് പോകുന്ന സമയത്ത് പെട്ടിയിൽ പാക്ക് ചെയ്ത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് എന്താ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പൂരം വറുത്തതാണ് കേട്ടോ. ചില സ്ഥലത്ത് ഇത് അവലോസ് പൊടി എന്ന് പറയൂല്ലേ, നമ്മുടെ നാട്ടിൽ പൂരം വറുത്തത് എന്നാണ് പറയുക. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര പണി പിടിച്ചൊരു സംഭവമാണ് കേട്ടോ. പക്ഷെ അവിടെ വീട്ടിലെല്ലാവർക്കും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. നല്ല പച്ചരി ഉണ്ടല്ലോ, പച്ചരി കഴുകി വെള്ളം വാരിച്ചിട്ട് അങ്ങനെ ആ നനവോട് കൂടി തന്നെ മില്ലിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പൊടിച്ചു കൊണ്ടുവരിക. അതിലേക്ക് തേങ്ങ, ഉള്ളി, നമ്മുടെ ചെറിയുള്ളി, അതുപോലെ കറുത്ത എള്ള്, പിന്നെ
പിന്നെന്താ ചേർത്ത്? കോഴിമുട്ട, 2 കോഴിമുട്ട, ഉപ്പ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ സാധനങ്ങൾ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നല്ലോണം ഈ പൊടിയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. തേങ്ങ അത്യാവശ്യത്തിന് കുറച്ചധികം തേങ്ങ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഞങ്ങളൊരു 2 കിലോ പൊടിയിലേക്ക് ഒരു 7-8 തേങ്ങ വരെയൊക്കെ, വലിയ തേങ്ങ 8 എണ്ണം വരെയൊക്കെ ചേർത്തു കേട്ടോ. അപ്പോൾ 2 കോഴിമുട്ട 2 മതി കേട്ടോ, അധികം വേണ്ട. അങ്ങനെ അത്രയൊക്കെ ചേർത്തു. പിന്നെ അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. കൈ വെച്ച് നല്ല മിക്സ് ചെയ്തെടുക്കുക. അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇങ്ങനെ ഉടച്ച് ചേർക്കണം. അതാണ് അതിൻ്റെ ഒരു പണിയുള്ളത്. പിന്നെ ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് വറുത്ത് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞ് വരണം. അതിന് നല്ല ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ ഉരുളിയിലിട്ടിട്ട് നല്ലോണം വറുത്ത് കിട്ടണം കേട്ടോ. അത് ഞങ്ങളൊരു ഉച്ചയ്ക്കൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം രാത്രിയായി പണി തീർന്നപ്പോൾ. ഭയങ്കര പണിയായിരുന്നു. അവസാനം മില്ലിക്കൊണ്ട് നമ്മൾ ഈ പൊടി ഇങ്ങനെ മില്ലിക്കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവർ മെഷീനിൽ വറുത്ത് തരും. പക്ഷെ അത് ടേസ്റ്റ് പോരാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഈ സാഹസത്തിന് മുതിർന്നതാണ്. ലാസ്റ്റ് ഭയങ്കര പണിയായി. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് എന്നാലും ഉണ്ടാക്കി, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അവനങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയി ചെയ്തു കേട്ടോ. നേരെ കുറച്ച് ഇരുട്ടിയോണ്ട് തന്നെ കണ്ടോ, ഞങ്ങളുടെ അടുപ്പിൻ്റെ അവിടെ അത്ര ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതിനുള്ള ലൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തു. ഇതാ കണ്ടോ, നമ്മുടെ പൂരം വറുത്തത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വറുത്ത് ഇതുപോലെ ഇങ്ങനെ നല്ല ക്രിസ്പിയായി വരണം കേട്ടോ പൊടി. അത്യാവശ്യം നല്ല പണിയാണ്. ലാസ്റ്റ് ഇങ്ങനെ ഇത് വർക്കൗട്ട് ആകത്തോണ്ട് ഞങ്ങൾ 2 ട്രിപ്പായിട്ടൊക്കെ ഇട്ടിട്ട് വറുത്തു കേട്ടോ. അല്ലാണ്ട് ഇത് പെട്ടെന്ന് ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ ഭയങ്കര കരിഞ്ഞ് വരും. പിന്നെ അത് നമ്മുടെ ഗൾഫുകാരൻ്റെ പെട്ടിയിലേക്ക് ആ സാധാരണ കാണുന്ന ബീഫ് വരട്ടിയത്, പിന്നെ നമ്മുടെ അരിയുണ്ട, അതുപോലെ ഉണ്ണിയപ്പം, അങ്ങനത്തെ ആസ് യൂഷ്വൽ സാധനങ്ങളൊക്കെ വേറെയും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വക ഐറ്റംസൊക്കെ വരട്ടലും പൊരിക്കലും കരിക്കലൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ പാക്ക് ചെയ്ത് അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇതിങ്ങനെ ഇടണം.
എനിക്ക് ലീവ് ഉണ്ടായാൽ Correction. സാനു സാനു എന്തിനൊക്കെ അറിയണ സാനു 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 ആനു ആനു ഒന്നും കിട്ടി തിരിയടാ